സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ കേസ് നാളെ കോടതി പരിഗണിക്കും. അബ്ദുറഹീമിന്റെ ജയിൽ മോചനത്തിനുള്ള ഉത്തരവ് നാളെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജയിൽ മോചനത്തിനായുള്ള കാത്തിരിപ്പിലാണ് അബ്ദുറഹീമിനോടൊപ്പം കുടുംബവും മലയാളികളും. കഴിഞ്ഞ നവംബർ 17-ന് അബ്ദുറഹീമിന്റെ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട കേസ് റിയാദിലെ ക്രിമിനൽ കോടതി പരിഗണിച്ചെങ്കിലും അന്തിമവിധി പറയുന്നത് ഡിസംബർ 8-ലേക്ക് നീട്ടിവെക്കുകയായിരുന്നു. നാളെ കോടതി വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ അബ്ദുറഹീമിന്റെ ജയിൽ മോചനത്തിനുള്ള ഉത്തരവ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജൂലൈ 2-ന് വധശിക്ഷ റദ്ദാക്കിയിട്ടുണ്ടെങ്കിലും പബ്ലിക് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസിൽ തീർപ്പാകാത്തതിനാലാണ് ജയിൽ മോചനം നീണ്ടുപോയത്. നാളെ ജയിൽ മോചന ഉത്തരവ് ഉണ്ടായാൽ അത് മേൽക്കോടതിയും ഗവർണറേറ്റും അംഗീകരിക്കേണ്ടതുണ്ട്. ഇതിനുശേഷമാകും അബ്ദുറഹീം ജയിൽ മോചിതനാകുന്നതും നാട്ടിലേക്ക് മടങ്ങുന്നതും. അതേസമയം നാട്ടിലേക്ക് വരാനുള്ള യാത്രാരേഖകളെല്ലാം റിയാദിലെ ഇന്ത്യൻ എംബസി തയ്യാറാക്കിയിട്ടുണ്ട്. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിഞ്ഞ 18 വർഷത്തോളമായി ജയിലിൽ കഴിയുകയാണ് കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുറഹീം. ദയാധനമായ 15 മില്യൺ റിയാൽ മലയാളികൾ സ്വരൂപിച്ച് മരിച്ച സൗദി ബാലന്റെ കുടുംബത്തിന് കൈമാറിയതോടെയാണ് വധശിക്ഷ റദ്ദാക്കിയത്. ഇനി ജയിൽ മോചനത്തിനുള്ള കാത്തിരിപ്പിലാണ്. കുവൈറ്റിലെ ഗൾഫ് ബാങ്കിൽ നിന്നും 700 കോടിയോളം രൂപ തട്ടിയെന്ന പരാതിയിൽ 1425 മലയാളികൾക്കെതിരെ അന്വേഷണം. ബാങ്കിൽ നിന്നും ലോണെടുത്ത ശേഷം മറ്റ് രാജ്യങ്ങളിലേക്ക് കടന്നെന്നാണ് പരാതി. സംഭവത്തിൽ കേരളത്തിൽ 10 കേസുകൾ രജിസ്റ്റർ ചെയ്തതായാണ് വിവരം. വായ്പയെടുത്തു മുങ്ങിയ മലയാളികളെയെല്ലാം കുവൈറ്റിലെ സർക്കാർ സർവീസിലെ ജീവനക്കാരാണെന്നാണ് വിവരം. ഇതിനു പുറമെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ ജീവനക്കാരായിരുന്ന 700ഓളം മലയാളി നഴ്സുമാരുമാണ് ഗൾഫ് ബാങ്ക് കുവൈറ്റിനെ ചതിച്ചത്. 2020-22 കാലത്ത് നടന്ന തട്ടിപ്പിന്റെ വിശദമായ വിവരങ്ങൾ ബാങ്ക് അധികൃതർ കേരളത്തിലെത്തി പോലീസിലെ ഉന്നതർക്ക് നൽകി. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് ബാങ്ക് അന്വേഷണം തുടങ്ങിയത്. അപ്പോഴാണ് 1425 മലയാളികൾ തങ്ങളെ പറ്റിച്ചുവെന്ന് ബാങ്കിന് ബോധ്യമായത്. ഇതോടെ ബാങ്ക് അധികൃതർ കേരളത്തിലെത്തി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ കാണുകയായിരുന്നു. തുടർന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ആദ്യം തട്ടിപ്പ് നടത്തിയവർ വഴി പഴുതു മനസ്സിലാക്കി കൂടുതൽ മലയാളികൾ ബാങ്കിനെ പറ്റിച്ചുവെന്ന നിഗമനത്തിനാണ് ബാങ്കുള്ളത്. ഇതിനു പിന്നിൽ ഏജന്റുമാരുടെ ഇടപെടൽ ഉണ്ടോ എന്നും സംശയിക്കുന്നുണ്ട്. ദക്ഷിണ മേഖല ഐജിക്കാണ് അന്വേഷണ ചുമതല. നിലവിൽ എറണാകുളം, കോട്ടയം ജില്ലകളിലാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സൗദിയിൽ തണുപ്പ് വന്ന സാഹചര്യത്തിൽ ഇലക്ട്രിക് ഹീറ്ററുകൾ പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് സൗദി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസിന്റെ മുന്നറിയിപ്പ്. ഹീറ്ററുകൾ ഉപയോഗിക്കുമ്പോൾ സേഫ്റ്റി നിർദ്ദേശങ്ങൾ പാലിക്കുകയും വേണം. കുട്ടികളെ ഹീറ്ററുകളുടെ സമീപത്ത് നിന്നും അകറ്റി നിർത്താനും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അടച്ചിട്ട മുറികളിൽ ഹീറ്ററുകൾ ഉപയോഗിക്കുമ്പോൾ ശരിയായ വായു സഞ്ചാരം ഉറപ്പാക്കണം. മുറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും ഉറങ്ങുമ്പോഴും ഹീറ്റർ ഓഫ് ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് തീപിടിക്കുന്ന ജനൽ കർട്ടനുകൾ, ഫർണിച്ചറുകൾ എന്നിവയുടെ സമീപത്ത് ഹീറ്ററുകൾ വെക്കരുതെന്നും അധികൃതർ ഓർമ്മപ്പെടുത്തി. ഭക്ഷണപാനീയങ്ങൾ ചൂടാക്കാനും ഇവ ഉപയോഗിക്കരുത്. തീപിടുത്തം പോലുള്ള അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ റിയാദ്, മക്ക, കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിലുള്ളവർ 911 എന്ന ഫോൺ നമ്പറിലും മറ്റ് പ്രദേശങ്ങളിലുള്ളവർ 998 എന്ന നമ്പറിലും സിവിൽ ഡിഫൻസിന്റെ സേവനം തേടണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. കുവൈറ്റിൽ പാർപ്പിട കെട്ടിടത്തിന് തീപിടിച്ച് 2 സ്ത്രീകൾ മരണപ്പെട്ടു. തലസ്ഥാനമായ കുവൈറ്റ് സിറ്റിക്ക് തെക്ക് മുബാറക് അൽ കബീർ ഗവർണറേറ്റിലെ അൽ അദാൻ ഏരിയയിലെ വീട്ടിലാണ് തീപിടുത്തമുണ്ടായത്. വിവരമറിഞ്ഞ് എത്തിയ അഗ്നിശമന സേനാ അംഗങ്ങൾ മികച്ച പ്രവർത്തനങ്ങളിലൂടെ തീ നിയന്ത്രണ വിധേയമാക്കിയതായി കുവൈറ്റ് ഫയർഫോഴ്സ് അറിയിച്ചു. വീട്ടിനുള്ളിൽ കുടുങ്ങിയ 6 പേരെ അതിസാഹസികമായി രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായും അധികൃതർ വ്യക്തമാക്കി. അതേസമയം തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. അതുപോലെ തന്നെ മറ്റൊരു സംഭവത്തിൽ കുവൈറ്റ് സിറ്റിക്ക് തെക്കൽ ഫർവാനിയ ഗവർണറേറ്റിലെ അൽ ഷദാദിയ ഏരിയയിലെ അൽ ഷദാദിയ സർവകലാശാലയിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലബോറട്ടറിയിലും തീപിടുത്തമുണ്ടായി. അഗ്നിശമന സേനയുടെ സമയോചിതമായ ഇടപെടൽ വൻ ദുരന്തമാണ് ഒഴിവാക്കിയത്. ഇവിടുത്തെ തീപിടുത്തത്തിൽ ആളപായങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ തീപിടിക്കാനുണ്ടായ കാരണവും വ്യക്തമല്ല.
സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തിവരികയാണെന്ന് അധികൃതർ വ്യക്തമാക്കി. അതേസമയം കഴിഞ്ഞ ജൂണിൽ കുവൈറ്റ് സിറ്റിക്ക് തെക്ക് മംഗഫ് ഏരിയയിലെ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിന് തീപിടിച്ച് 50 പേർ മരണപ്പെട്ടിരുന്നു. മരിച്ചവരിൽ മലയാളികൾ ഉൾപ്പെടെ 45 ഇന്ത്യക്കാരും 3 ഫിലിപ്പീൻസുകാരും ഉൾപ്പെടും. രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ തീപിടുത്ത ദുരന്തത്തിലൊന്നായിരുന്നു ഇത്. ഷോർട്ട് ഇലക്ട്രിക് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് ഫയർഫോഴ്സ് അന്വേഷണത്തിൽ കണ്ടെത്തി. 6 നിലകളുള്ള താമസ കെട്ടിടത്തിന്റെ ബിൽഡിംഗ് ഗാർഡിന്റെ മുറിയിൽ നിന്നായിരുന്നു പുലർച്ചെ തീപിടുത്തമുണ്ടായത്. അത് മറ്റ് നിലകളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. കെട്ടിടത്തിലെ അപ്പാർട്ട്മെന്റുകളെയും മുറികളെയും വേർതിരിക്കുന്ന ഫയർ എക്സിറ്റുകൾ അടച്ചതാണ് ഉയർന്ന മരണസംഖ്യയ്ക്ക് കാരണമെന്നും അധികൃതർ കണ്ടെത്തി. അതേസമയം ഈ വർഷം ആദ്യ 6 മാസത്തിനിടെ 1476 തീപിടുത്തങ്ങൾ കൈകാര്യം ചെയ്തതായി കുവൈറ്റിലെ അഗ്നിശമന സേന അധികൃതർ അറിയിച്ചു. താമസ സ്ഥലങ്ങളിൽ 354 തീപിടുത്തങ്ങൾ ഉണ്ടായതായി ഫയർ സർവീസ് വക്താവ് ബ്രിഗേഡിയർ മുഹമ്മദ് അൽ ഖരീബ് കുവൈറ്റ് ദിനപത്രമായ അൽ അൻബയോട് അറിയിച്ചു. കുവൈറ്റിലെ 6 ഗവർണറേറ്റിൽ 259 തീപിടുത്തങ്ങളുമായി ഫർവാനിയയാണ് 1ാം സ്ഥാനത്തുള്ളത്. 233 തീപിടുത്തങ്ങളുമായി അൽ അഹമ്മദി ഗവർണറേറ്റും തൊട്ടുപിന്നിൽ 231 എണ്ണവുമായി ക്യാപിറ്റൽ ഗവർണറേറ്റുമുണ്ട്. വ്യാവസായിക സൈറ്റുകളിലും നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടങ്ങളിലും അപകടങ്ങൾ കുറയ്ക്കാൻ അഗ്നിശമന സേന നടപ്പിലാക്കിയ ശക്തമായ നടപടികൾ സഹായിച്ചതായും ഉദ്യോഗസ്ഥർ അറിയിച്ചു. റിയാദ് മെട്രോ സർവീസ് തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നഗരത്തിലെ പുതിയ പൊതുഗതാഗത സംവിധാനത്തിലേക്ക് താമസക്കാർക്കും സന്ദർശകർക്കും താങ്ങാനാകുന്ന വിലയുമായി അധികൃതർ രംഗത്ത്. സ്റ്റാൻഡേർഡ് ക്ലാസ്സിന് 4 റിയാൽ മുതൽ ആരംഭിക്കുന്ന ടിക്കറ്റ് നിരക്കാണ് റിയാദ് മെട്രോ പ്രഖ്യാപിച്ചത്. പ്രീമിയം യാത്രാനുഭവം ആഗ്രഹിക്കുന്നവർക്ക് ഫസ്റ്റ് ക്ലാസ് ഓപ്ഷനുകൾ ലഭ്യമാണ്. മെട്രോ ബസ് ശൃംഖലകളിലുടനീളം ഹ്രസ്വകാല അൺലിമിറ്റഡ് ട്രിപ്പ് പാസുകൾ ഉപയോഗിക്കാം. തടസ്സങ്ങളില്ലാത്ത അനുഭവം ഉറപ്പാക്കിക്കൊണ്ട് ദർബ് ആപ്പ് വഴി മാത്രം ടിക്കറ്റുകൾ വാങ്ങാവുന്നതാണ്. റിയാദ് മെട്രോയുടെ സ്റ്റാൻഡേർഡ് ക്ലാസ് നിരക്കുകൾ ഇനി പറയുന്നു. 2 മണിക്കൂർ പാസിന് 4 റിയാൽ, 3 ദിവസത്തെ പാസ് 20 റിയാൽ, 7 ദിവസത്തെ പാസ് 40 റിയാൽ, 30 ദിവസത്തെ പാസ് 140 റിയാൽ എന്നിങ്ങനെയാണ്. ഫസ്റ്റ് ക്ലാസ് നിരക്കുകൾ ഇനി പറയുന്നു. 2 മണിക്കൂർ പാസ് 10 റിയാൽ, 3 ദിവസത്തെ പാസ് 50 റിയാൽ, 7 ദിവസത്തെ പാസ് 100 റിയാൽ, 30 ദിവസത്തെ പാസ് 350 റിയാൽ എന്നിങ്ങനെയാണ്. നവംബർ 27-ന് സൗദി രാജാവ് സൽമാൻ ഉദ്ഘാടനം ചെയ്ത റിയാദ് മെട്രോ തലസ്ഥാന നഗരിയായ റിയാദിന്റെ പൊതുഗതാഗതത്തിൽ സുപ്രധാന ചുവടുവയ്പ്പാകുമെന്നാണ് കണക്കാക്കുന്നത്. 6 ലൈനുകളിലായി 176 കിലോമീറ്റർ നീളുന്ന റിയാദ് മെട്രോ കിങ് അബ്ദുള്ള ഫിനാൻഷ്യൽ ഡിസ്ട്രിക്ട്, STC, അസർ അൽ ഹുക്കം, വെസ്റ്റേൺ സ്റ്റേഷൻ തുടങ്ങിയ പ്രമുഖ ഹബ്ബുകൾ ഉൾപ്പെടെ 85 സ്റ്റേഷനുകളുണ്ട്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.